ഹലോ ഗായ്സ്, വെൽക്കം ടു കോഓപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ബാങ്കിങ് എന്താണ്, ബാങ്കുകൾ ഏത് ടൈപ്പ് ഉണ്ട്, ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ബാങ്കിങ്. എന്താണ് ഒരു ബാങ്ക്? ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ബിസിനസ്സുകൾക്കും ഇൻഡിവിജ്വൽസിനും ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങളുടെ പൈസ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നു സേഫായിട്ട്, ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ പൈസ വിഡ്രോ ചെയ്യാൻ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് ലോണ് തരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ that provides various services to individuals and businesses. These services include keeping your money safe in the accounts, allowing you to withdraw and deposit money, providing loans and offering other financial products like credit cards. Banks play a crucial role in the country's economy by facilitating financial transactions, supporting economic activities, and contributing to the overall financial well-being of the people. നമുക്ക് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് തിയറി ഒന്നും ഒരുപാട് പഠിക്കേണ്ട, നമ്മൾ OMR അല്ലേ. സോ ബേസിക് ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോകണം. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഈ ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ എങ്ങനെ തരംതിരിച്ചിട്ടുണ്ടെന്ന്. ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും ഡെപ്പോസിറ്റുകൾ. ഓക്കെ, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും. ഈ നോട്ട്സ് ഉണ്ടല്ല, ജസ്റ്റ് വേണം വായിച്ച് നോക്കാം. ബേസിക്സ് ക്ലിയർ ആവേണ്ടി മാത്രമാണിത്. രണ്ടാമത്തത് പ്രൊവൈഡ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. കാർ ലോണ്, ഹൗസിംഗ് ലോണൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഫെസിലിറ്റേറ്റിംഗ് പേയ്മെൻറ്റ്സ്, അതായത് ഇൻ്റർനാഷണലി അല്ലെങ്കിൽ വിത്തിൻ അവർ കൺട്രി തന്നെ പേയ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനും വാങ്ങാനും അതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവും, ചെക്ക് ഉണ്ടാവും, അതർ ഇൻസ്ട്രുമെൻസും ഉണ്ടാവും. ക്രിയേറ്റിംഗ് ക്രെഡിറ്റ്, അതായത് ബാങ്കുകൾ ഉള്ളത് കൊണ്ടാണ് ലോൺ കൊടുക്കാൻ പറ്റുക. അങ്ങനെ എന്ത് പറ്റും? എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതായത് ഫണ്ട് ഉള്ളവർ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ഫണ്ട് ആവശ്യമുള്ളവർ ലോൺ എടുക്കും. ഓക്കെ. പിന്നെ ഇഷ്യൂങ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്, അത് ബാങ്ക് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. പിന്നെ സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാങ്ക്. നമുക്ക് നമ്മളെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ ഗോൾഡോ എന്തെങ്കിലും നമ്മളെ ഡോക്യുമെൻറ്റ്സോ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് ലോക്കറിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെർജേഴ്സ്, അക്വിസിഷൻസ്, IPOs ഇതൊക്കെ സഹായിക്കുന്നുണ്ട് ബാങ്ക്. പിന്നെ കറൻസി എക്സ്ചേഞ്ചിന് സഹായിക്കുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ. പിന്നെ ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്, ATMs, ഇതെല്ലാം കസ്റ്റമേഴ്സിന് സൗകര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് ബാങ്കിങ് ഉണ്ട്. ഗവൺമെൻറ് പല കാര്യങ്ങളും ഫണ്ട് മാനേജ് ചെയ്യാനും പെൻഷൻ കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. ഇനി ഏതൊക്കെ തരം ബാങ്കുകളുണ്ട് എന്നുള്ളത് പഠിക്കുക. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് വരുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുക. ഓക്കെ. RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 അതിനകത്ത് ഷെഡ്യൂൾ 2 ഷെഡ്യൂൾ 2 വരുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുക, ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുക. അതിനകത്ത് പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ടാവാം, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ടാവാം, ഫോറിൻ ബാങ്കുകളും ഉണ്ടാവാം. ഇനി അടുത്ത പബ്ലിക് സെക്ടർ ബാങ്ക്സ്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പും ഓപ്പറേഷനും ഗവൺമെൻറ്റാണ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡയൊക്കെ എക്സാമ്പിളാണ്. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ പ്രവർത്തനവും നോക്കുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് ഒക്കെ വരും.
ഇനി ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യക്ക് പുറത്തായിരിക്കും, പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻസ് ഇന്ത്യക്കകത്ത് ഉണ്ടാവും. അത് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവർ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സിറ്റി ബാങ്ക്, HSBC ഒക്കെ വരുന്നുണ്ട്. ഇനി റീജിയണൽ റൂറൽ ബാങ്ക് RRBs, ഓക്കെ, അത് റൂറൽ ഏരിയയിലേക്ക് വേണ്ടിയിട്ട് ബാങ്കിങ് സർവീസ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ് റീജിയണൽ റൂറൽ ബാങ്ക്. അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പിന്നെ ഒരു സ്പോൺസർ ബാങ്കും കൂടെ ആയിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് വരിക. ഇവർ 3 പേരായിരിക്കും എൻ്റെ ഓണർഷിപ്പ് വരിക. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ സ്പോൺസറിങ് ബാങ്ക്. ഇത് നമ്മൾ റീജിയണൽ റൂറൽ ബാങ്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്നൊക്കെ നമ്മൾ പഠിക്കും. ഇനി കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും അതിൻ്റെ ഓണർഷിപ്പ്. ഓക്കെ, കോപ്പറേറ്റീവ് ബേസിക്സ്, അതായത് കോപ്പറേറ്റീവ് നിയമങ്ങളുടെ ബേസിലായിരിക്കും ബാങ്ക് പ്രവർത്തിക്കുക. അതിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്. പിന്നെ പേയ്മെൻറ്റ്സ് ബാങ്ക്, ബേസിക് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പേയ്മെൻറ്റ്സ് ബാങ്ക്. അത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും പേയ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യും? ലോണ് കൊടുക്കുന്നില്ല. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്താണ്? അത് മാർജിനൽ കസ്റ്റമേഴ്സിനും ചെറിയ ബിസിനസ്സുകാർക്കും അൺബാങ്ക്ഡ് പോപ്പുലേഷനും വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇനി ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ബാങ്കുകളാണ്. അവർ ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. ആർക്ക്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ആ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കും. ഇനി നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം നാഷണലൈസേഷൻ നടന്നിട്ടുണ്ട്. അതായത് പണ്ട് ബാങ്കുകളെ, പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ബാങ്കുകളെ ഗവൺമെൻറ് ഏറ്റെടുത്തു. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഏറ്റെടുത്തത്. ഒന്ന് 1969-ലും ഒന്ന് 1980-ലും. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ടെൻഷൻ അടിക്കേണ്ട, നമുക്കെല്ലാം പഠിക്കാം. ഇപ്പോൾ ബേസിക്സ് പഠിക്കുന്നേ ഉള്ളൂ. ഇനി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് അർബണും സെമി അർബൻ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളായിരിക്കും. ഓക്കെ, പിന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFCs. അവർ ട്രഡീഷണൽ ബാങ്കുകളല്ല, പക്ഷേ എന്താണ്, അവർ ലോൺസും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സും ഒക്കെ കൊടുക്കും. ഈ NBFC നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇതാണ് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്.